ഉച്ച സമയത്ത് നമുക്ക് ചോറിലേക്കൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നല്ല സിമ്പിളാണ് റെഡിയാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിനി കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വേണം. അപ്പോൾ ചെറിയ ഉള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. ഇനി അതില്ലെങ്കിൽ സവാള എടുക്കാം. പിന്നെ ഇതേപോലെ ഒരു 3-4 പച്ചമുളക് നടുവിൽ കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പച്ചമുളകും ഈ വെളുത്തുള്ളിയും എല്ലാം കൂടി എണ്ണയിലിട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ആ എണ്ണയ്ക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ, ആ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 ക്യാരറ്റോളം ഉണ്ട് കേട്ടോ. കുറച്ച് വലിയ ക്യാരറ്റായിരുന്നു, അത് 3 ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. പക്ഷേ കട്ടിയില്ലാതെ കനം കുറച്ച് വേണം നമ്മളിതിനെ അരിഞ്ഞെടുക്കാൻ. ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതിനെ നമ്മൾ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിന് നല്ല പോലെ ഒന്ന് ഓയിലിൽ ഇട്ടിട്ട് വഴറ്റിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കേണ്ട കേട്ടോ. ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരല്പം മുളക് പൊടിയാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇടണം നിർബന്ധമില്ല കേട്ടോ. കാരണം ഓൾറെഡി ക്യാരറ്റിന് നല്ലൊരു ഓറഞ്ച് കളർ ഉള്ളതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞാൻ കുറച്ചൊന്ന് വെറുതെ ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. എന്തിനാന്ന് വെച്ചാൽ അത് ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ക്യാരറ്റ്. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം, അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിതിനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ എത്രമാത്രം ഇത് മൊരിഞ്ഞ് വരണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ക്യാരറ്റ് ആകുമ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ അതെ, ഇത് ഒരു വിധമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാടങ്ങ് മൊരിയിച്ചിട്ടില്ല, ഒരു മീഡിയത്തിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് എണ്ണ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയിന്ന്. അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഈ ചട്ടി ഒന്ന് ചെരിച്ചിട്ട് വെക്കുക കേട്ടോ നമ്മുടെ ഫ്രൈ പാന്. അങ്ങനെയാകുമ്പോൾ എക്സസൈഡിൻ്റെ ഓയിലൊക്കെ അതിൽ നിന്ന് അങ്ങ് പൊയ്ക്കോളും. പിന്നെ എന്താണ് ഓവറായിട്ട് ഓയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കൂടിപ്പോയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുണ്ട് ക്യാരറ്റ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.